മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ അഴിക്കുള്ളിലായിരിക്കുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അശ്വിൻ പാലാഴി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറുപടി പറയേണ്ട ബാധ്യതയോ ഉത്തരവാദിത്വമോ ഇല്ല എന്ന് നേതാക്കൾ വിശദീകരിക്കുകയാണ്. അത് നടപടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പരാതികളൊക്കെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ലഭിച്ചിരുന്നു എന്ന തരത്തിൽ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നത് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മുമ്പ് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോഴും പാലക്കാട്ടെ ചില പ്രാദേശിക നേതാക്കൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അത് കോൺഗ്രസിനൊരു ബാധ്യതയായി മാറുന്നുണ്ടോ ഈ CPIM ഈ രാഷ്ട്രീയ വിമർശനം ഉയർത്തുമ്പോൾ? അശ്വിൻ പാലാഴി. നിലവിൽ എന്തായാലും കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം രാഹുലിന് ഒരു തരത്തിലുള്ള പിന്തുണയും നൽകുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അത് നേതാക്കളുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. ഞങ്ങൾ നടപടി സ്വീകരിച്ചു, രാഹുൽ ഇനി എന്ത് ചെയ്താൽ ഞങ്ങൾക്കെന്ത് എന്നുള്ളൊരു നിലപാടാണ് പ്രതികരണങ്ങളിലൂടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം പുറത്തേക്ക് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ഒന്നാം പരാതി വന്നപ്പോഴും രണ്ടാമത്തെ പരാതി എത്തിയപ്പോഴും ഒക്കെ രാഹുലിനെ അല്പമെങ്കിലും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച ഒരു വിഭാഗം നേതാക്കളുണ്ടായിരുന്നു. മറ്റൊരു വിഭാഗം തള്ളി പറയുമ്പോഴും അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടായി തന്നെ ഒരു സമയത്ത് കണക്കാക്കിയിരുന്നു. പക്ഷേ അതായത് രാഹുലിനെ പരസ്യമായി തള്ളിപ്പറയാൻ നേതൃത്വത്തിന് കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് രാഹുലിനെതിരെ കടുത്ത നടപടിയെടുക്കാനും ഈ പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ ഫോർവേഡ് ചെയ്ത് മറ്റു നടപടികളിലേക്ക് കടക്കാനുമൊക്കെ നിയമപരമായി തന്നെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ രാഹുലിനെ പാർട്ടിയുടെ ഭാഗമല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി വരുന്ന പരാതികളിൽ ഇനി ഉണ്ടാകുന്ന സംഭവവികാസങ്ങളിൽ പാർട്ടിക്ക് പങ്കില്ല, പാർട്ടി അതിൽ ഭാഗമല്ല എന്ന് പറയാൻ കഴിയുന്നൊരു തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നത് കടുത്ത നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെയാണ്. പക്ഷേ ഇപ്പോഴും ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പാലക്കാട്ടെ പ്രാദേശിക നേതാക്കളടക്കം രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ച് രാഹുലിനൊപ്പമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപൊക്കെ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീം യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം അവിടുത്തെ കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർക്കൊപ്പം നേതാക്കൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവരെല്ലാം പോയി എന്നുറപ്പാക്കിയ ശേഷമാണ് അന്വേഷണ സംഘം പോലും ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നത്. ഇപ്പോഴും ഈ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് അതിജീവിതമാരെ അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ സൈബർ ബുള്ളിയിങ് നടത്തുന്ന വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ രാഹുൽ അനുകൂലികൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത് കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക നേതൃത്വം തള്ളി പറയുമ്പോഴും രാഹുലിന് പിന്തുണയുമായി മറ്റൊരു വിഭാഗം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് ഒരു ബാധ്യതയാകുന്നത് എപ്പോഴാണ് രാഹുൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും പ്രധാനമായി തെരഞ്ഞെടുപ്പൊക്കെ അടക്കം അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ സമയത്ത് ഇത് കോൺഗ്രസിന് ബാധ്യതയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്രയൊക്കെ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാലും ആദ്യഘട്ടങ്ങളിൽ കോൺഗ്രസ് രാഹുലിനെ ചേർത്ത് പിടിച്ച കഥയൊക്കെ ഇടത് അനുകൂല അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരും. അതിനെ ഏതു തരത്തിൽ പ്രതിരോധിക്കാനാകും എന്നുള്ളതായിരിക്കും കോൺഗ്രസ് ക്യാമ്പിൽ ഇനിയുള്ള ചർച്ച. നിലവിൽ എന്തായാലും രാഹുലിനെ ചേർത്ത് നിർത്താതെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന് പക്ഷേ ഭൂതകാലം തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. CPM ഇടത് ക്യാമ്പുകൾ ശക്തമായ പ്രതിഷേധങ്ങളാണ് സോഷ്യൽ മീഡിയയിലും തെരുവിലുമടക്കം ഉയർത്തുന്നത്. നാളെ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുകയാണ്. അത് രാഹുലിനെ സംബന്ധിച്ച് നാളെ നിർണായക ദിവസമാണ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ കേസുമായി രാഹുലിനെ ജയിലിൽ കഴിയേണ്ടി വന്നത് തിരിച്ചടിയാണ് എന്ന് പറയുമ്പോഴും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുമ്പോൾ രാഹുൽ അനുകൂലമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. പക്ഷേ അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് നിലവിൽ FIR ആണ് നിലവിൽ പോലീസ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം അതീവ നിർണായകമാണ്. നിലവിൽ ജാമ്യം കിട്ടി രാഹുൽ പുറത്തേക്ക് വന്നാൽ അത് രാഹുലിന്റെ രാഷ്ട്രീയ സ്വാധീനമടക്കം ഉപയോഗിച്ച് അതിജീവിതമാരെയും സാക്ഷികളെയും ഒക്കെ സ്വാധീനിക്കാനും കേസ് ഗതിമാറ്റി വിടാനും ഒക്കെ വഴിയൊരുങ്ങും എന്നുള്ളതാണ് പോലീസിന്റെ വാദം. ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ജാമ്യം നിഷേധിച്ച് രാഹുലിനെ ജയിലിലേക്ക് അയച്ചത്. ഒരുപക്ഷെ നാളെ ഈ ജാമ്യാപേക്ഷ ഒരിക്കൽ കൂടി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കോടതി അത് എങ്ങനെ കാണും ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം FIR-ലടക്കം പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.